വീഡിയോയിലേക്ക് സ്വാഗതം. ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേട് മൂലം സംസ്ഥാനത്ത് ലക്ഷത്തിലധികം പേരുടെ റേഷൻ കാർഡ് മാസ്റ്ററിംഗ് അസാധുവാക്കി. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. റേഷൻ കടകളിലെ ഇ-പോസ് യന്ത്രത്തിൽ മാസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവരുടേതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയ്ക്കു ശേഷം അസാധുവാക്കിയത്. മാസ്റ്ററിംഗ് നടത്തിയവരിൽ ചിലരുടെ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകളിൽ പൊരുത്തക്കേടുണ്ട്. അത് 30% കൂടിയാൽ മാസ്റ്ററിംഗിന് സാധുത നൽകില്ല. ഭക്ഷ്യധാന്യം ഉൾപ്പെടെ ഇതുമൂലം തടഞ്ഞുവെക്കാനിടയുണ്ട്. ആദ്യഘട്ട മാസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പേരിലെ പൊരുത്തക്കേട് മൂലമുള്ള പ്രശ്നം സിവിൽ സപ്ലൈ അധികൃതർ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ മാസ്റ്ററിംഗ് അസാധുവാക്കപ്പെടുന്നവരുടെ കാര്യത്തിലുള്ള തുടർ നടപടികളെ കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇ-പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയവർ മാസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങുന്നത്. എന്നാൽ താലൂക്കുതല പരിശോധനയിൽ മാസ്റ്ററിംഗ് അസാധുവാക്കപ്പെട്ട കാര്യം അറിഞ്ഞിട്ടില്ല. മഞ്ഞ, പിങ്ക് കാർഡുകളുമായി സംസ്ഥാനത്ത് 1.56 കോടി പേരുടെ മാസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയായത്. അതിൽ 20 ലക്ഷത്തോളം പേരുടെ മാസ്റ്ററിംഗിന്റെ സാധുത പരിശോധിക്കാനുണ്ട്. അതുകൂടി കഴിയുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും ഉയരുന്നതായിരിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇ-കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.